ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിലെ ഒരു ചെറിയ ടോപ്പിക്കാണ് കേട്ടോ. ചെറിയ ടോപ്പിക് ഒന്നല്ല, ഇംഗ്ലീഷിലെ ഒരു വലിയ ടോപ്പിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം ഇംഗ്ലീഷിലെ ടെൻസുകളാണ് അല്ലെ. ഈ ടെൻസിന്റെ ഭാഗം നിങ്ങൾ പഠിക്കുമ്പോൾ വേർബിന്റെ 3 ഫോമുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അത് നമ്മൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനാണെങ്കിലും അത് മാത്രമല്ല, ടെൻസ് പഠിച്ച ഇംഗ്ലീഷിന്റെ ഒരു 50% കവർ ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. ബാക്കിയുള്ള പല ഗ്രാമറുകളും നമുക്ക് ചെയ്യണമെങ്കിൽ ടെൻസ് അറിയുമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ഭാഗം അറിയില്ലെങ്കിൽ പോലും ടെൻസിൽ നല്ല ഡെപ്തിലുള്ള ഒരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെൻസുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് വേർബിന്റെ കുറച്ച് ഫോംസുകൾ, അതായത് V1, V2, V3 എന്ന് പറഞ്ഞ വേർബിന്റെ ഫോംസുകളില്ലേ, V1, V2, V3, ഇത് എപ്പോഴും നിങ്ങൾക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ പറയാ എസെറ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പൊ നമ്മൾ കുറച്ചധികം വേർഡ്സുകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകളാണ്, പക്ഷെ ചിലപ്പം നമ്മൾ അങ്ങനെ ഒന്നും നോക്കാത്തത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് ക്ലാസ്സുകളിലായിട്ട് അതും കൂടി പഠിച്ചു പോകണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന കം. കം എന്ന് പറഞ്ഞാൽ എന്താ? വരിക അല്ലെ. കം എന്ന് പറഞ്ഞാൽ വരിക. എന്താണ് അതിന്റെ സെക്കൻഡ് ഫോം? കെയിം ആണ്. തേർഡ് ഫോം കം തന്നെയാണ്. അപ്പൊ കം, കം, കെയിം, കം. ക്ലിയർ ആയല്ലോ? ഈ ഒരു പാറ്റേണിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഗോ. ഗോ എന്ന് പറഞ്ഞാൽ എന്താ? പോവുകയാണ് അല്ലെ. ഗോ എന്ന് പറഞ്ഞാല് അതിന്റെയോ സെക്കൻഡ് ഫോം വെന്റ്. തേർഡ് ഫോം എന്താണ്? ഗോൺ ആണ്. അപ്പൊ ഗോ, വെന്റ്, ഗോൺ ആണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് റൈറ്റ്. റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എഴുതുക അല്ലെ. റൈറ്റ് എഴുതുകയാണ്. റൈറ്റിന്റെ സെക്കൻഡ് ഫോം റോട്ട്. റൈറ്റ്, റോട്ട്. തേർഡ് ഫോം റിട്ടൺ. ഓക്കെ, റൈറ്റ്, റോട്ട്, റിട്ടൺ. ക്ലിയർ ആയില്ലേ? റിട്ടൺ. നെക്സ്റ്റ് ടേക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് എടുക്കുക അല്ലെ. ടേക്ക്. ടേക്കിന്റെ എന്താ വരുന്നത്? ടുക്ക്, ടേക്കൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ. നെക്സ്റ്റ് ബ്രിങ്. ബ്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? കൊണ്ടുവരികയാണ്. ബ്രിങ് അല്ലെ. കൊണ്ടുവരിക. ബ്രിങ് എന്ന് പറഞ്ഞാൽ. ബ്രിങ്ങിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ബ്രോട്ട് ആണ്. ബ്രിങ്, ബ്രോട്ട്. ഇതും ബ്രോട്ട് തന്നെയാണ്. അപ്പൊ ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. നെക്സ്റ്റ് സേ. സേ എന്ന് പറഞ്ഞാൽ എന്താ? അറിയാലേ. സേ എന്ന് പറഞ്ഞാൽ പറയുകയാണ്. സേ പറയുക. അതിന്റെ എന്താ വരുന്നത്? അടുത്ത ഫോം സാഡ് ആണ് അല്ലെ. സേ, സാഡ്, സാഡ് തന്നെയാണ് കേട്ടോ. അടുത്തത് സീ. സീ എന്താ? കാണുക. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സീ. സീ ആവുമ്പോ സോ, സീൻ ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സ്പീക്ക്. സ്പീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്പീക്ക് സംസാരിക്കുക അല്ലെ. സംസാരിക്കുക. അപ്പൊ സ്പീക്കിന്റെ എന്താ വരുന്നത്? സ്പീക്കിന്റെ സ്പോക്ക്, സ്പോക്കൺ. ഓക്കെ, സ്പോക്ക്, സ്പോക്കൺ. നെക്സ്റ്റ് ടെൽ. ടെൽ എന്ന് പറഞ്ഞാൽ എന്താ? പറയുക. ടെല്ലിന്റെ എന്താ സെക്കൻഡ് ഫോം വരുന്ന? ടെൽ, ടെൽ, ടോൾഡ്, ടോൾഡ് തന്നെ. ഓക്കെ, അതായത് നമ്മൾ ജസ്റ്റ് നമുക്ക് അറിയുന്ന കാര്യമാണ്. നോക്കാതെ പോയാൽ ഒരു പക്ഷേ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് മിസ്സാവാം. കം ആവുമ്പോ കം, കെയിം, കം. ഗോ, വെന്റ്, ഗോൺ. റൈറ്റ്, റോട്ട്, റിട്ടൺ. ടേക്ക്, ടുക്ക്, ടേക്കൺ. ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്. സേ, സെഡ്, സെഡ്. ഓക്കെ, സീ, സോ, സീൻ. സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. നെക്സ്റ്റ് ടെൽ, ടോൾഡ്, ടോൾഡ്. അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ? ഓക്കെ,
ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കേട്ട് നോക്കിയാൽ മതി കേട്ടോ, നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നുണ്ടാവും എന്തായാലും അല്ലെ. ഏതെങ്കിലുമൊക്കെ വേർഡുകൾ കിട്ടാതെ പോയാൽ അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ 9 നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റഡി. സ്റ്റഡി സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കുക അല്ലെ. സ്റ്റഡി എന്ന് പറഞ്ഞാൽ പഠിക്കുകയാണ്. അപ്പൊ അതിന്റെ സെക്കൻഡ് ഫോം എന്താ? സ്റ്റഡീഡ്. തേർഡ് ഫോം എന്താ? സ്റ്റഡീഡ് തന്നെയാണ്. അപ്പൊ സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. നെക്സ്റ്റ് ഡു. ഡു എന്താ? ചെയ്യുക. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമുക്ക് ഒരുപാട് വൊക്കാബുലറിയും ഡെവലപ്പ് ചെയ്യും. മാത്രമല്ല നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാനും പെട്ടെന്ന് പറ്റൂ കേട്ടോ. അപ്പൊ ഡു അതിന്റെയോ സെക്കൻഡ് ഫോം ഡിഡ്. അപ്പൊ ഡു, ഡിഡ്, ഡൺ. ക്ലിയർ? നെക്സ്റ്റ് വെയിറ്റ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാത്തിരിക്കുക അല്ലെ. ഓക്കെ, വെയിറ്റ് എന്താ? കാത്തിരിക്കുക. അതിന്റെ എന്താ വരുന്നത്? വെയിറ്റഡ്, വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ് തന്നെ. ഓക്കെ, നെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ്. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലാക്കുക അല്ലെ. ഒക്കെ വളരെ സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞു പോണൂന്നേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡ്. അതിന്റെ എന്താ വരുന്നത്? അണ്ടർസ്റ്റുഡ് സെക്കൻഡ് ഫോം. തേർഡ് ഫോം എന്ത് തന്നെയാണ്? അണ്ടർസ്റ്റുഡ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അണ്ടർസ്റ്റാൻഡ്, അണ്ടർസ്റ്റുഡ്, അണ്ടർസ്റ്റുഡ്. ക്ലിയർ? റിമൂവ്. റിമൂവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിടുന്ന് ഒരു സാധനം റിമൂവ് ചെയ്യാൻ അവിടുന്ന് മാറ്റുക അല്ലെ. അപ്പൊ മാറ്റുക. റിമൂവിന്റെ നെക്സ്റ്റ് ഏതാണ്? റിമൂവ്ഡ്. ഓക്കെ, അപ്പൊ റിമൂവ്, റിമൂവ്ഡ്, നെക്സ്റ്റ് വീണ്ടും റിമൂവ്ഡ്. ക്ലിയർ? റിമൂവ്, റിമൂവ്ഡ്, റിമൂവ്ഡ്. അടുത്തത് റിസീവ്. റിസീവ്. റിസീവിങ് എന്ന് പറഞ്ഞാൽ എന്താ? റിസീവ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അല്ലെ. റിസീവ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക. അതെന്താണ്? റിസീവ്ഡ്. റിസീവ്, റിസീവ്ഡ്, റിസീവ്ഡ് അല്ലെ. നെക്സ്റ്റ് ഗിവ്. ഗിവിന്റെ മീനിങ് എന്താ? ഗിവ് എന്ന് പറഞ്ഞാൽ തരിക എന്നർത്ഥം ഉണ്ട് അല്ലെ. ഗിവ്, പ്ലീസ് ഗിവ് മീ എന്നൊക്കെ പറയുമ്പോ തരിക. അല്ലെങ്കിലോ വേറൊരു മീനിങ് കൊടുക്കുക എന്ന് പറയും അല്ലെ. ഓക്കെ, ഗിവിന്റെ എന്താ വരുന്നത്? ഗിവിന്റെ ഗവ് ആണ് സെക്കൻഡ് ഫോം വരുന്നത്. ഗിവൺ ആണ് തേർഡ് ഫോം വരുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പേ. പേ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പണം കൊടുക്കുന്നതിനെയാണ് പേ ചെയ്യുക എന്ന് പറയാം അല്ലെ. ഓക്കെ, പേ. പേഡ് എന്താ വരുന്നത്? പെയ്ഡ്. തേർഡ് ഫോമും പെയ്ഡ് തന്നെയാണ്. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. ഡു, ഡിഡ്, ഡൺ. വെയിറ്റ്, വെയിറ്റഡ്, വെയിറ്റഡ്. അണ്ടർസ്റ്റാൻഡ്, അണ്ടർസ്റ്റുഡ്, അണ്ടർസ്റ്റുഡ്. റിമൂവ്, റിമൂവ്ഡ്, റിമൂവ്ഡ്. റിസീവ്, റിസീവ്ഡ്, റിസീവ്ഡ്. ഗിവ്, ഗവ്, ഗിവൺ. പേ, പെയ്ഡ്, പെയ്ഡ്. ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആയില്ലേ? നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്യാം. നമ്മൾ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ്ലി ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കണം. എത്രയും നമ്മൾ മടുക്കാൻ പാടില്ല. നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിലേക്കുള്ള വഴികൾ എപ്പോഴും എന്താ പറയാ, ഒരിക്കലും അത് സ്മൂത്ത് ആവില്ല. സ്മൂത്ത് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടും കാര്യമില്ല. നമ്മൾ അതിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഗെറ്റ്.
ഗെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കിട്ടുക അല്ലെ? ഗെറ്റ് കിട്ടുക. ഗെറ്റിന്റെ സെക്കൻഡ് ഫോം ഗോട്ട്, തേർഡ് ഫോം ഗോട്ട്. അപ്പൊ ഗെറ്റ് എന്ന് പറഞ്ഞാൽ ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. നെക്സ്റ്റ് പ്ലേ. പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? കളിക്കുകയാണ് അല്ലെ? പ്ലേ, പ്ലേ കളിക്കുക. ഓക്കെ. പ്ലേഡ്, പ്ലേ, പ്ലേഡ്, പ്ലേഡ് അല്ലെ? നെക്സ്റ്റ് ആസ്ക്. ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചോദിക്കുകയാണ്. ആസ്ക്, ആസ്ക് ചോദിക്കുകയാണ്. ആസ്കിന് നമ്മൾ എന്ത് പറയാം? ആസ്ക്ഡ്, ആസ്ക്ഡ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഹിയർ. ഹിയർ, ഹിയർ എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുകയാണ്. ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കുകയാണ്. ഹിയർഡ് സെക്കൻഡ് ഫോം, തേർഡ് ഫോമും ഹിയർഡ് തന്നെയാണ്. ക്ലിയർ. നെക്സ്റ്റ് ബൈ. ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുകയാണ് അല്ലെ? ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ വാങ്ങുകയാണ്. അതെന്താ? ബൈന്റെ ബോട്ട്, ബോട്ട്. അപ്പൊ ബൈ എന്ന് പറഞ്ഞാൽ അതിന്റെ സെക്കൻഡും തേർഡും ബോട്ട്, ബോട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് തിങ്ക്. തിങ്ക് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചിന്തിക്കുക അല്ലെ? തിങ്ക് മീൻസ് ചിന്തിക്കുക. തിങ്ക് എന്ന് പറഞ്ഞാല് ചിന്തിക്കുക. അതിന്റെ സെക്കൻഡും തേർഡും എന്താണ്? തിങ്കിന്റെ തോട്ടാണ്. തോട്ട്, തോട്ട്. തിങ്കിന്റെ തോട്ട്, തോട്ട്. നെക്സ്റ്റ് ടോക്ക്. ടോക്ക് എന്താണ്? സംസാരിക്കുക. ടോക്ക് എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. അതിന്റെ സെക്കൻഡ് ഫോം എന്താണ്? ടോക്ക്ഡ് ആണ്. സെക്കൻഡ് ഫോം ടോക്ക്ഡ്, തേർഡ് ഫോമും ടോക്ക്ഡ് തന്നെയാണ്. ടോക്ക്ഡ് ആണ്. ഓക്കെ. നെക്സ്റ്റ് സ്ലീപ്പ്. സ്ലീപ്പ്, സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങുക. അതൊക്കെ ഞങ്ങൾക്ക് അറിയില്ലേ എന്ന് തോന്നുന്നുണ്ടാവും അല്ലെ? അറിയാം. ഓക്കെ. സ്ലെപ്റ്റ് സെക്കൻഡ് ഫോം സ്ലെപ്റ്റ്, തേർഡ് ഫോമും സ്ലെപ്റ്റ് തന്നെയാണ്. ഓക്കെ. നമ്മൾ 25 വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഗെറ്റ്, ഗോട്ട്, ഗോട്ട്. പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ആസ്ക്, ആസ്ക്ഡ്, ആസ്ക്ഡ്. ഹിയർ, ഹിയർഡ്, ഹിയർഡ്. ബൈ, ബോട്ട്, ബോട്ട്. തിങ്ക്, തോട്ട്, തോട്ട്. ടോക്ക്, ടോക്ക്ഡ്, ടോക്ക്ഡ്. സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ 25 വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. 25 വേർഡ്സ് ഒന്നും ഒറ്റയടിക്ക് പഠിക്കുന്നതുകൊണ്ട് വലിയ ടാസ്ക് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ പഠിച്ചു പോവുക. എന്തായാലും നിങ്ങൾക്ക് ഇത് ഈ ഒരു ക്ലാസ് ഉപയോഗപ്രദമായിരിക്കും. കാരണം ഇംഗ്ലീഷിന്റെ ഏറ്റവും ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കുക. അപ്പോ എല്ലാവരും നന്നായിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. കാരണം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അത്രയും നല്ലൊരു പോസ്റ്റ് ആണ്. മാത്രമല്ല നല്ല സാലറി ഉണ്ട്, സൊസൈറ്റിയിൽ നല്ല ഹയർ പോസ്റ്റ് ആണ്, ഗ്ലാമറസ് പോസ്റ്റ് ആന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് നമ്മൾ അങ്ങോട്ട് മനസ്സിൽ കാണുക, വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അത് കിട്ടണതും നിങ്ങൾ ആ പോസ്റ്റിൽ കയറി ഇരിക്കുന്നതും നിങ്ങൾ വർക്ക് ചെയ്യുന്നതൊക്കെ നല്ല സാലറി കിട്ടുന്നതും ഒക്കെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് അതിനോട് ആ ഇഷ്ടം അങ്ങോട്ട് വരുത്തുക. എന്നിട്ട് നിങ്ങൾ നന്നായി പഠിക്കുക. പഠിച്ചാൽ എന്തായാലും കിട്ടും. നിങ്ങളുടെ ചുറ്റിൽ ഗവൺമെന്റ് സർവീസിലുള്ള ഒരുപാട് ആളുകളില്ലേ, അവരെ നോക്കുക, അവർ പഠിച്ചിട്ടല്ലേ കിട്ടിയത്. അപ്പൊ എന്തായാലും കിട്ടും. കിട്ടില്ല എന്ന് പറയുന്നത് വെറുതെയാണ്. മെനക്കെടാൻ താല്പര്യം ഇല്ലാത്ത ആളുകൾ പറയുന്നതാണ് കിട്ടില്ല എന്ന്. പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. അപ്പൊ എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.